മൈനാഗപ്പള്ളി തെക്കേ ഭാഗത്ത് കെ.പി. ഭാസ്കരൻ പിള്ള ഫൗണ്ടേഷൻ പുരസ്കാര സമർപ്പണവും അനുസ്മരണവും നടത്തി. പുസ്തക പ്രകാശനം, ആദരവ് എന്നിവയും നടന്നു. ഗ്രന്ഥകർത്താവും മലയാള ഭാഷാധ്യാപകനുമായിരുന്ന കെ.പി. ഭാസ്കരൻ പിള്ളയുടെ അനുസ്മരണമാണ് തെക്കേ ഭാഗത്ത് കെ.പി. ഭാസ്കരൻ പിള്ള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മൈനാഗപ്പള്ളി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. ഉല്ലാസ് കോവൂർ എം.എൽ.എ. ആദരവ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ശാന്തകുമാരിയമ്മ ഭദ്രദീപം തെളിച്ചു. ബാബുക്കുട്ടൻപിള്ള തെക്കേഭാഗം സ്വാഗതം പറഞ്ഞു. ഏഴാച്ചേരി രാമേന്ദ്രൻ ആദരവ് നിർവഹിച്ചു. സർഗപരമായ കഴിവുകളോടൊപ്പം തന്നെ മലയാളിയുടെ സർഗപരമായ വിവേക വിനയാധിക്യത്താൽ ഉണ്ടാകുന്ന എല്ലാ തിരിച്ചറിവുകളുടെയും സംക്രമ ഭൂമിയായ ശരാശരി മലയാളിയെയും എടുത്തുകൊണ്ട് അവരെയും കൂടെ കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് ഭാരതത്തിന്റെ ഒരു വ്യാഖ്യാനം ചമയ്ക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ഭാരതത്തിന്റെ ജീവിതം പൂർണ്ണമായി നാം അറിയുന്നത്. ഇതുപോലെ ഒരു സമ്മേളന സ്ഥലത്ത് വർത്തമാനം പറയുമ്പോൾ സദാശിവൻ എന്ന പേരിന്റെ പുറകിലുള്ള അതിന്റെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ പാരമ്പര്യം ശബരകേശ്പിള്ളയിൽ ചെന്ന് ഒതുങ്ങാതെ അത് പിന്നെയും അങ്ങനെ നീണ്ടു പോയി വന്ന് ഭാരതത്തെ മാറ്റിയെടുക്കുന്നതിന് ശ്രമിക്കുന്നു എന്ന് അറിയുമ്പോൾ ആ മഹാനായ കവി എത്രയേറെ വിനയവാനായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഭാസ്കരൻ സാഹിത്യ പുരസ്കാരം ചവറ K.S. പിള്ളയ്ക്കും ഭാസ്കരൻ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ബിജുകുമാറിനും സമ്മാനിച്ചു. അധ്യാപനത്തിലൂടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്യുന്നത്. ഒപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി മനസ്സിലേക്ക് സർക്കാരിന് വെളിച്ചം പകർന്നു കൊടുക്കാൻ തക്ക കഥകളും കവിതകളും അതിന് സാഹിത്യവും ആശയവുമൊക്കെ പകർന്നു കൊടുത്ത ഒരു വലിയ കർമ്മവും നടത്തിയ അധ്യാപകനായിരുന്നു. മന്മഥൻ നായർ മൈനാഗപ്പള്ളിയുടെ പുരാണ പര്യടനം, കെ.പി. ഭാസ്കരൻ പിള്ളയുടെ വൈദേഹി, സ്വാതി കൃഷ്ണയുടെ പ്രണയകുടീരത്തിൽ നിന്നെയും കാത്ത എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. പി. ശിവപ്രസാദ്, P.K. അനിൽകുമാർ, ഡോക്ടർ K.B. ശെൽവമണി, ശശികുമാർ, R. മദനമോഹനൻ, ചവറ രാജേന്ദ്രകുമാർ, രജനി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.